ഓക്കെ, നമ്മൾ സീവ് ടെസ്റ്റ് നോക്കി, എയർ പെർമിയബിലിറ്റി ടെസ്റ്റ് നമ്മൾ നോക്കി. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് നമ്മുടെ കൺസിസ്റ്റൻസി ടെസ്റ്റ്. കൺസിസ്റ്റൻസി ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് നമുക്ക് കൺസിസ്റ്റൻസി ടെസ്റ്റ്. ഓക്കെ, അപ്പം സിമെന്റിന്റെ ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്തിന്റെ ഹെൽപ്പ് കൊണ്ടായിരിക്കും? കൺസിസ്റ്റൻസി ടെസ്റ്റിന്റെ ഹെൽപ്പ് കൊണ്ടായിരിക്കും. അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫൈനസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രോപ്പർട്ടി നമുക്ക് കൺസിസ്റ്റൻസിയുടെ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ടെസ്റ്റിന്റെ ഹെൽപ്പിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കൺസിസ്റ്റൻസി. സിമ്പിൾ ടേംസിൽ നമുക്ക് നോക്കാം. എന്തിനാണ് ആദ്യം നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് നമ്മൾ കൺസിസ്റ്റൻസി ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, in order to determine അല്ലെങ്കിൽ in order to find initial setting time. ഓക്കെ, നമ്മൾ വളരെ ഫെമിലിയർ ആണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. ഓക്കെ, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, അതേപോലെ ഫൈനൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം, അതേപോലെ strength of the cement, strength of cement, initial setting time, final setting time, അതേപോലെ strength of cement നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും with the help of consistency. അതെങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, പിന്നെ ആദ്യം നമുക്ക് നോക്കാം സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി, സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, consistency of cement paste. Okay, consistency of cement paste which permits the wicket plunger of dia 10 mm and height of dia 10 mm and height 50 mm to penetrate in mold. To penetrate in mold. Okay, അപ്പം ഇത് സിമ്പിൾ ടേംസിൽ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ എന്താണ് സംഭവം. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻസി ഓഫ് സിമെന്റ് പേസ്റ്റ് വിച്ച് പെർമിറ്റ് ദ വിക്കറ്റ് പ്ലഞ്ചർ ഓഫ് ഡയമീറ്റർ, അതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് വിക്കറ്റ് പ്ലഞ്ചറിന്റെ, അതേപോലെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ടു പെനിട്രേറ്റ് ഇൻ ദ മോൾഡ്. അപ്പോൾ എന്താണ് സംഭവം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ അപ്പാരറ്റസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഓക്കെ, വളരെ ഫെമിലിയർ ആണ് നിങ്ങൾക്ക് എല്ലാം അല്ലേ? വിക്കറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ അപ്പാരറ്റസ്, അതേപോലെ ഇതാണ് നമ്മുടെ മോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ സിമ്പിൾ ടേംസിൽ എന്താണ്, നമുക്കൊരു വിക്കറ്റ് പ്ലഞ്ചർ ഉണ്ട്. ഓക്കെ, വിക്കറ്റ് പ്ലഞ്ചറിന്റെ ഡയമീറ്റർ എത്രയാണ്? വിക്കറ്റ് പ്ലഞ്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ സൈഡായിട്ട് ഇവിടെ വരച്ച് കാണിക്കാം. വിക്കറ്റ് പ്ലഞ്ചർ ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഡയമീറ്റർ, വിക്കറ്റ് പ്ലഞ്ചർ ഇതാണെങ്കിൽ ഇതിന്റെ ഡയമീറ്റർ എത്രയാണ്? വിക്കറ്റ് പ്ലഞ്ചർ ഇതിന്റെ ഡയമീറ്റർ എത്രയാണ്? 10 mm ആണ്. ഓക്കെ, ഇതിന്റെ ഡയമീറ്റർ ആണ് 10 mm. അതേപോലെ ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 mm ആണ്. ഓക്കെ, വിക്കറ്റ് പ്ലഞ്ചറിന്റെ ഡയമീറ്റർ 10 mm, അതേപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 50 mm ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ കൺസിസ്റ്റൻസി ടെൻസിൽ നമ്മൾ ജസ്റ്റ് എന്താണ് സ്പെസിമെൻ പേസ്റ്റിൽ നമ്മൾ എന്താണ് പ്ലഞ്ചർ അല്ലെങ്കിൽ വിക്കറ്റ് പ്ലഞ്ചർ ഓഫ് ഹൈറ്റ് 50 mm ആൻഡ് ഡയമീറ്റർ 10 mm നമ്മൾ എന്താണ് പെനിട്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സിമെന്റ് പേസ്റ്റിലൂടെ നമ്മൾ പെനിട്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പെനിട്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മൾ പെനിട്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡെപ്ത് ഫ്രം ടോപ്പ് എന്ന് പറയുന്നത് 33 to 35 mm ആയിരിക്കണം, അതേപോലെ ഫ്രം ബോട്ടം എന്ന് പറയുന്നത് 5 to 7 mm ആയിരിക്കണം. അതും കൂടെ ഞാൻ ഇവിടെ എഴുതാം, അത് ഞാൻ അവിടെ എഴുതിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ടു പെനിട്രേറ്റ് ഇൻ ദ മോൾഡ് അപ് ടു ഡെപ്ത് 33 to 35 mm from top and 5 to 7 mm from bottom. Okay, അപ്പം നമുക്ക് എന്താണ്, നമുക്ക് അപ്പാരറ്റസ് മനസ്സിലായി, അതേപോലെ മോൾഡ്, ഇതാണ് നമ്മുടെ മോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മോൾഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഹൈറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 40 mm. ഇത് സ്റ്റാൻഡേർഡ് ആണ്. അതേപോലെ ഇതിന്റെ ഡയമീറ്റർ എത്രയാണ്? ഡയമീറ്റർ എന്ന് പറയുന്നത് 80 mm ആണ്. ഓക്കെ, ഹൈറ്റ് 40 mm ആണ്, അതേപോലെ ഡയമീറ്റർ എത്രയാണ്? 80 mm ആണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ റഫ് ടേംസിൽ ഞാൻ മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ ആക്ച്വലി എക്സ്പെരിമെന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്താണ്? എയിം.
ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന്റെ എയിം നമ്മുടെ എന്താണ്? ടു ഫൈൻഡ് ഔട്ട് വാട്ടർ കണ്ടന്റ്. ടു ഫൈൻഡ് വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റ്. ടു ഫൈൻഡ് വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ടു ഫൈൻഡ് ഔട്ട് വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം നമ്മൾ സിമ്പിൾ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സിമെന്റ് പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം അല്ലെ? സിമെന്റ് പേസ്റ്റ് ഉണ്ടാക്കണം. നമ്മൾ എന്താണ്? മോൾഡിൽ ഫില്ല് ചെയ്യണം. എന്നിട്ട് നമ്മൾ പ്ലഞ്ചർ ജസ്റ്റ് ടച്ച് ചെയ്യണം. എന്നിട്ട് എന്താണ് അതിന്റെ പെനിട്രേഷൻ അലോ ചെയ്യണം. പെനിട്രേഷൻ എത്ര ആയിരിക്കണം? 35 to 33 mm ആയിരിക്കണം. ഓക്കെ, ഏത് പെനിട്രേഷൻ ആണ് അല്ലെങ്കിൽ എത്ര % വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണോ പെനിട്രേഷൻ 33 to 35 ആകുന്നത്, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എക്സ്പെരിമെന്റ് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നമ്മൾ എന്താണ് എടുക്കുന്നത്? അത് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ എടുക്കുന്നത് 500 gram ഓഫ് സിമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. 500 gram ഓഫ് സിമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. PSC പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 300 gram ആണ്. ഓക്കെ, PSC പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 300 gram ആണ്. എക്സാംസിൽ ചോദിക്കുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ 500 gram ഓഫ് സിമെന്റ് ആണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് ട്രയലിൽ 24% ഓഫ് വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, 24% ഓഫ് വാട്ടർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, 24% വാട്ടർ എന്ന് പറയുമ്പോൾ ഇത്രയായിരിക്കും 24/100 into 500. ഓക്കെ, അതായത് 120 gram. ഓക്കെ, 120 gram ഈക്വലന്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് 500 plus 120. ഓക്കെ, ഓഫ് വാട്ടർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, 500 സിമെന്റ് എടുക്കും. എന്നിട്ട് 120 gram വാട്ടർ നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താണ്? സിമെന്റ് പേസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ ആണല്ലോ? എന്നിട്ട് നമ്മൾ സിമെന്റ് പേസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? സിമെന്റ് പേസ്റ്റ് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മോൾഡിൽ ഫില്ല് ചെയ്യും. ക്ലിയർ ആണല്ലോ? എന്നിട്ട് നമ്മൾ ഈ മോൾഡിൽ ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ മോൾഡ് എടുത്ത് ഇതിന്റെ താഴെ കൊണ്ടുവയ്ക്കും. ഓക്കെ, ഈ മോൾഡ് എടുത്ത് ഇതിന്റെ താഴെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്ലഞ്ചറിനെ ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്യും. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മോൾഡിനെ നമ്മൾ അതിന്റെ താഴെ വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മോൾഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ മോൾഡ്. ഓക്കെ, മോൾഡാണ്. പ്ലഞ്ചറിനെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്തു. എന്നിട്ട് നിങ്ങളൊരു നോബ് പോലെ ഒരു സംഭവം കണ്ടോണം അല്ലെ? ഇവിടെ നോബ് ഉണ്ട്. ഓക്കെ, ആ നോബിനെ മാറ്റുമ്പോൾ നമുക്ക് എന്താണ് നോട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇത് സിങ്ക് ആവാൻ തുടങ്ങും. ഓക്കെ, അതേപോലെ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ കൂടെ നോട്ട് ചെയ്യാം. ഇതിന്റെ ഡയമീറ്റർ എത്രയാണ്? 40 mm ആണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത് അല്ലെങ്കിൽ ഡെപ്ത് വരുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ്? ഇത് നമ്മുടെ വിക്കറ്റ് പ്ലഞ്ചർ ആണ്. വിക്കറ്റ് പ്ലഞ്ചറിന്റെ ഹൈറ്റ് എത്രയാണ്? 50 mm ആണ്. അതിന്റെ ഡയമീറ്റർ എത്രയാണ്? 10 mm ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നോബിന് മാറ്റുമ്പോൾ ഇത് പതുക്കെ ഇങ്ങനെ സിങ്ക് ആവാൻ തുടങ്ങും. ഓക്കെ, നോബിന് മാറ്റുമ്പോൾ എന്താണ്? ഇത് പതുക്കെ ഇങ്ങനെ സിങ്ക് ആവാൻ തുടങ്ങും. അതൊക്കെ നിങ്ങൾ കണ്ടു കാണാം അല്ലെ? പതുക്കെ ഇങ്ങനെ സിങ്ക് ആവാൻ തുടങ്ങും. ഓക്കെ, അത് പതുക്കെ ഇങ്ങനെ സിങ്ക് ആവാൻ തുടങ്ങും. ഓക്കെ, പതുക്കെ ഇങ്ങനെ സിങ്ക് ആവാൻ തുടങ്ങും. ഓക്കെ, ഇത് നമ്മുടെ സിങ്കിങ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഡെപ്ത് ആണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത്. ഈ ഡെപ്തിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇൻ കേസ് 33 to 35 mm റേഞ്ച് വന്നാൽ നമുക്ക് വാല്യൂ നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏത് പെർസെന്റിലാണ് നമുക്ക് 33 to 35 mm പെനിട്രേഷൻ നമുക്ക് കിട്ടിയെന്നാണ് നമ്മുടെ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എത്ര % വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 33 to 35 mm നമുക്ക് കിട്ടുന്നത്, പെനിട്രേഷൻ കിട്ടുന്നത്, അതിനെയാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്? 500 gram ഓഫ് വാട്ടർ എടുത്തു. സിമെന്റ് എടുത്തു. 120 gram ഓഫ് നമ്മൾ വാട്ടർ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ മോൾഡിൽ അതിനെ ഫില്ല് ചെയ്തു. എന്നിട്ട് പ്ലഞ്ചറിനെ ജസ്റ്റ് ടച്ച് ചെയ്തു. നോബ് മാറ്റി. നോബ് സിങ്ക് ചെയ്തു. ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം ആഡ് ചെയ്ത പെർസെന്റ് എന്ന് പറഞ്ഞാൽ 24% ആണ്. ഓക്കെ, 24% നമുക്ക് പെനിട്രേഷൻ കിട്ടിയത് ഫോർ എക്സാമ്പിൾ 20 mm ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് 33 to 35 mm ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്തത് 25%. 25% നമുക്ക് എത്രയാണ്? 22 mm കിട്ടി. ഓക്കെ, അഗെയിൻ നമ്മൾ ചെയ്യും. അപ്പോൾ 30% നമ്മൾ ആഡ് ചെയ്തു വാട്ടർ. ഓക്കെ, 30% നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 33 mm വരെ നമുക്ക് റേഞ്ച് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 33 to 35 mm ഇതിന്റെ ഇടയ്ക്കുള്ള റേഞ്ച് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഫസ്റ്റ് ട്രയലിൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഫസ്റ്റ് ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് പെർസെന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 24% വാട്ടറിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെയാണ് നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രയൽ 24%, അതേപോലെ പിന്നെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ മോൾഡിനെയും അതേപോലെ നമ്മുടെ സിമെന്റ് ഫുൾ ആയിട്ട് ക്ലിയർ ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ 25% ആഡ് ചെയ്യും. അപ്പോൾ 22 mm കിട്ടിയാൽ പിന്നെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, എപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ
നമുക്ക് വാല്യൂ കിട്ടും, പെനിട്രേഷന്റെ വാല്യൂ 33 to 35 mm കിട്ടുന്നത് വരെ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏത് പോയിന്റിലാണോ നമുക്ക് 33 to 35 mm കിട്ടുന്നത് അവിടെ നമ്മുടെ വാല്യൂ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ പെനിട്രേഷൻ നോട്ട് ചെയ്യും. എത്രയാണ്? ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ എക്സ്പെരിമെന്റിൽ 30% ആണ് പിന്റെ വാല്യൂ. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ബിക്കോസ് ഇത് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? നമുക്ക് 30% ഓഫ് വാട്ടർ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് പെനിട്രേഷൻ എത്ര കിട്ടിയത്? 33 to 35 mm പെനിട്രേഷൻ നമുക്ക് കിട്ടിയത്. ഇതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട എക്സ്ട്രാ ആയിട്ടുള്ള പാരാമീറ്റർ നമ്മുടെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുമ്പോൾ, ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 27 പ്ലസ് ഓർ മൈനസ് 2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 27 പ്ലസ് ഓർ മൈനസ് 2 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മുടെ പെർസെൻറ്റേജ് ആഡ് ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് വേരി ആവുന്ന റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 25 to 35% ആണ്. ഓക്കെ, 25 to 35% ആണ് നമ്മുടെ പെർസെൻറ്റേജ് വേരി ആകുന്ന റേഞ്ച്. ഓക്കെ, അപ്പം ഈ റേഞ്ചിലാണ് നമ്മുടെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ വാട്ടർ പെർസെൻറ്റേജ് നമ്മുടെ വേരി ആവുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് സിമ്പിൾ ടേംസിൽ നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലായി എന്താണ്? കൺസിസ്റ്റൻസി ഓഫ് സിമെന്റ് പേസ്റ്റ് ആണ് ദാറ്റ് പെർമിറ്റ്സ് വിക്കറ്റ് പ്ലഞ്ചർ. വിക്കറ്റ് പ്ലഞ്ചറിന്റെ ഡയമീറ്റർ, നമുക്ക് ഡയമെൻഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ ഡയമീറ്ററും ഹൈറ്റും. ഡയമീറ്റർ എത്രയാണ്? 10 mm. അതേപോലെ ഹൈറ്റ് എത്രയാണ്? 50 mm. ഓക്കെ, അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ സിമെന്റ് പേസ്റ്റിലൂടെ പെനിട്രേറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഫ്രം ടോപ്പ് എത്ര ആയിരിക്കണം? 33 to 35 mm. ഇൻ കേസ് ബോട്ടത്തിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ 5 to 7 mm ആയിരിക്കണം ഫ്രം ബോട്ടം. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് നമ്മളെ വാല്യൂ നമ്മൾ നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ക്ലിയർ ആണല്ലോ? അതേപോലെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആദ്യം 500 gram ഓഫ് സിമെന്റ് നമ്മൾ എടുക്കണം. എന്നിട്ട് ഫസ്റ്റ് ട്രയലിൽ 24% ഓഫ് വാട്ടർ ആഡ് ചെയ്യണം. അതായത് 120 gram, അപ്പോൾ 500 പ്ലസ് 120 gram ഓഫ് വാട്ടർ ആയി. എന്നിട്ട് നമ്മൾ അതിന് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? മോൾഡിൽ ഫില്ല് ചെയ്യണം. മോൾഡ് നമ്മൾ എന്താണ് നമ്മുടെ പ്ലഞ്ചറിൽ നമ്മൾ താഴെ കൊണ്ട് വെക്കണം. ജസ്റ്റ് ടച്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ അതിനെ നോബിന് മാറ്റണം. നോബിന് മാറ്റുമ്പോൾ പതുക്കെ അത് സിങ്ക് ആവാൻ തുടങ്ങും. ഓക്കെ, അത് പതുക്കെ സിങ്ക് ആവുമ്പോൾ നമുക്ക് നോട്ട് ചെയ്യാം, നമുക്ക് പെനിട്രേഷൻ ഓൺ ആവുന്നതെന്ന് മനസ്സിലാകും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് 24% നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെനിട്രേഷൻ കിട്ടിയത് 20 mm ആണെങ്കിൽ, പിന്നെ നമ്മൾ ഫുൾ മോൾഡ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ അഗെയിൻ 25% ആക്കും വാട്ടർ. ഓക്കെ, 25% വാട്ടർ ആഡ് ചെയ്യും, 25% വാട്ടർ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടിയത് 22 mm ആണെങ്കിൽ അഗെയിൻ നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യും. തേർഡ് ട്രയലിൽ നമുക്ക് 30% ഓഫ് വാട്ടർ നമ്മൾ ആഡ് ചെയ്യപ്പോൾ നമുക്ക് റേഞ്ച് അല്ലെങ്കിൽ പെനിട്രേഷന്റെ റേഞ്ച് നമുക്ക് കിട്ടിയത് 33 to 35 mm ആണെങ്കിൽ നമ്മളത് നോട്ട് ചെയ്യും. ഏത് പെർസെന്റ് ആണ് നമുക്ക് നോട്ട് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞ എന്താണ്? നമുക്ക് വാട്ടർ എത്ര പെർസെന്റ് വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 33 to 35 mm പെനിട്രേഷൻ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുവരെ നമ്മൾ ഈ ഒരു ട്രയൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഏത് പോയിന്റിലാണ് നമുക്ക് 33 to 35 mm കിട്ടുന്നത് ആ പെർസെന്റ് നമ്മൾ നോട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതേപോലെ പെർസെൻറ്റേജ് റേഞ്ച് എത്രയാണ്? 25 to 35 mm. 30 പെർസെൻറ്റേജിന്റെ റേഞ്ച് എത്രയാണ്? 25 to 35% ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ്. ഓക്കെ.